നടനും രാഷ്ട്രീയ നേതാവുമായ ദളപതി വിജയ് മുസ്ലിം വിരുദ്ധനാണെന്ന് ഉത്തർപ്രദേശിലെ മൗലാന ഷഹബുദ്ദീൻ റസ്വി കഴിഞ്ഞ റമദാനിൽ ഇഫ്താർ സംഗമം നടത്തിയ സംഭവത്തിൽ വിവാദം കൊഴുത്തുകൊണ്ടിരിക്കെ നടനെതിരെ മുസ്ലിം മതസംഘടനാ നേതാവ് പ്രതികരിച്ചിരിക്കുകയാണ്. വിജയ്ക്കെതിരെ ഫത്വ എന്ന തലക്കെട്ടോടു കൂടിയാണ് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 7-നാണ് വിജയ് ചെന്നൈയിൽ ഇഫ്താർ സംഗമം നടത്തിയത്. ഇതിൽ മദ്യപാനികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും പങ്കെടുത്തു എന്ന് വിമർശനം ഉയരുകയാണ്. ഒരു മുസ്ലിം സംഘടന വിജയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ മൗലാന കടുത്ത ഭാഷയിലാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ ദേശീയ പ്രസിഡന്റാണ് മൗലാന. ചഷ്മെ ദാറുൽ ഇഫ്തയിലെ ചീഫ് മുഫ്തയുമാണത്ര ഇദ്ദേഹം. വിജയ് ഇസ്ലാമിനെ അപമാനിച്ചുവെന്നും അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണെന്നും മൗലാന പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. വിജയുടെ സിനിമയിൽ ഇഫ്താറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. വിജയ് ഇഫ്താർ സംഘടിപ്പിച്ചത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് എന്നാണ് വിമർശനം. മദ്യപാനികളെയും ചൂതാട്ടം കളിക്കുന്നവരെയും ഇഫ്താറിലേക്ക് ക്ഷണിച്ചത് നിയമവിരുദ്ധമാണെന്നും അത് പാപമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിജയെ തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ വിശ്വസിക്കരുത്, ഒരു മതചടങ്ങിലും പങ്കെടുപ്പിക്കാനും പാടില്ലെന്ന് രാഷ്ട്രീയ നേട്ടമാണ് വിജയുടെ ലക്ഷ്യമെന്ന് മൗലാന റസ്വി പറയുന്നു. മുസ്ലിം വിരുദ്ധരുടെ ചരിത്രമുള്ള വ്യക്തിയാണ് വിജയ്. അദ്ദേഹത്തിന്റെ ബീസ്റ്റ് എന്ന സിനിമയിൽ മുസ്ലിം സമുദായത്തെ തീവ്രവാദികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾ പിശാചുക്കളാണെന്നാണ് ചിത്രീകരിക്കാനാണ് സിനിമയിൽ ശ്രദ്ധിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സാഹചര്യത്തിൽ വോട്ടിന് വേണ്ടി മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മൗലാന റസ്വി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഇത് തന്നെയാണ്. തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടന കഴിഞ്ഞ മാർച്ച് 11-ന് വിജയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇസ്ലാമായോ റമദാനിലെ വ്രതമായോ യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് വിജയുടെ ഇഫ്താർ വിരുന്നിന് എത്തിയതെന്നും ഇസ്ലാമിനെ അപമാനിക്കുകയാണ് ചെയ്തു എന്നതാണ് പരാതി. വിജയുടെ തമിഴ് വെട്രി അഴക്കമാണ് ഇഫ്താർ സംഗമം നടത്തിയത്. തലയിൽ തൊപ്പിയണിച്ച് നോമ്പുതുറയിൽ പങ്കെടുക്കുന്ന നമസ്കാരം നിർവഹിക്കുകയും ചെയ്ത വിജയുടെ ഫോട്ടോകളും വൈറലായിരുന്നു. മദ്യപാനികളെയും റൌഡികളെയുമാണ് വിജയ് പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്ന് സംശയിക്കുന്നു എന്നാണ് സുന്നത്ത് ജമാഅത്ത് ട്രഷറി സയ്യിദ് കൗസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ജനശ്രദ്ധ കിട്ടാനല്ല പരാതി നൽകേണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പോലീസിൽ പരാതി നൽകിയത് സംബന്ധിച്ചോ യുപിയിലെ മുസ്ലിം സംഘടനാ നേതാവിന്റെ പ്രതികരണം സംബന്ധിച്ചോ വിജയ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2026-ലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കുകയാണ് വിജയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. DMK-ക്കും BJP-ക്കും എതിരെ ശക്തമായ പ്രസ്താവനകളുമായിട്ടാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിനിടെയാണ് പരാതികളും വിവാദങ്ങളും ഉണ്ടായത്.